ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിലവിലെ സ്ഥിതി, അത് രാഷ്ട്രീയമായി ആയുധമാക്കിക്കൊണ്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു മുന്നേറ്റം, ഈ രണ്ടാം ഘട്ടം യാത്ര ആരംഭിക്കുമ്പോൾ അത് മണിപ്പൂരിൽ നിന്ന് തന്നെ ആരംഭിക്കണം എന്നുള്ള ഒരു തീരുമാനം, ഒപ്പം തന്നെ ഇത് മുതലാക്കാനുള്ള ശ്രമം, ഇതെല്ലാം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത് അസമിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ഹിമന്ത ബിശ്വ ശർമ്മയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പ്രശ്നം അത് 2014 മുതൽ ആരംഭിച്ച് അതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ യാത്ര അസമിലേക്ക് കടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് പ്രതീക്ഷിച്ചത് തന്നെയല്ലേ? രണ്ട് വശങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്നാമത്തെ കാര്യം, പിന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ നിന്ന് രാഹുൽ ഗാന്ധി യാത്ര തുടങ്ങുമ്പോഴേ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമീപകാലത്തൊന്നും ഒരു ദേശീയ നേതാവ് ഈ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന തരത്തിൽ ആഴ്ചകളോളം അവിടെ ക്യാമ്പയിൻ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും ഇല്ല. അപ്പം കഴിഞ്ഞ കുറെ ഈ യാത്ര തുടങ്ങി, ഭാരത് ജോഡോ ന്യായ യാത്ര തുടങ്ങിയിട്ട് ഇത്രയും ദിവസങ്ങളായിട്ട് രാഹുൽ ഗാന്ധി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, അപ്പം മണിപ്പൂരായാലും ശരി, ആസാം ആയാലും ശരി, മേഘാലയായാലും ശരി, അങ്ങനെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ അദ്ദേഹം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ പല ഭാഗത്തുമുള്ള സാധാരണ നമുക്ക് അറിയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. ആ പ്രദേശത്തിന്റെ അവസ്ഥയെക്കുറിച്ച്, അവിടെയുള്ള സംഘർഷങ്ങളെക്കുറിച്ച്, അവിടെയുള്ള ജനങ്ങളുടെ പ്രത്യേകമായ സവിശേഷമായ ഉത്കണ്ഠകളെക്കുറിച്ച് ഒക്കെ തന്നെ രാജ്യം ശ്രദ്ധിക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ചില ചോദ്യങ്ങൾ രാജ്യത്തിന് ഉന്നയിക്കപ്പെടുന്നുണ്ട്. ആ ചോദ്യങ്ങൾ ഉയർത്തി കൊണ്ടുവരുന്നതിൽ രാഹുൽ ഗാന്ധി വിജയിച്ചിട്ടുണ്ട്. അതിലൊന്ന്, എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഇടപെടാറുണ്ട്? രാജ്യത്തിന്റെ അതിനേക്കാൾ ചെറിയ കാര്യം, ഇപ്പോൾ നാട്ടിലുള്ള എല്ലാ അമ്പലത്തിലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോകാൻ സമയമുണ്ട്. നമ്മുടെ തൃപ്രയാർ അടക്കം വന്നിട്ട് അദ്ദേഹം മത്സ്യങ്ങൾ പോലും തീറ്റ കൊടുക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ട്. രാമേശ്വരത്ത് കൊണ്ട് എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് സത്യത്തിൽ ഭരിക്കാൻ നേരമില്ല. ഈ ആധ്യാത്മിക കാര്യങ്ങളിലാണ് അദ്ദേഹം കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. സത്യത്തിൽ ആധ്യാത്മിക പോണ ആളുകൾ, സത്യത്തിൽ സ്വർഗത്ത് പോണ ആളുകൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയിട്ട് കാശിക്കോ അങ്ങനെ പോകുക എന്നല്ല. കാശിക്ക് പോകുമ്പോൾ നമ്മൾ ഇതെല്ലാം ഉപേക്ഷിച്ചാൽ പോവുക. ഇത് കാശിക്ക് പോകും വേണം, അധികാരം കയ്യിൽ വെക്കും വേണം. ഈ മറ്റുള്ള ഏർപ്പാടാണ് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആളുകൾ ചോദ്യം, ഈ പ്രധാനമന്ത്രി എന്തുകൊണ്ട് അവിടേക്ക് പോകുന്നില്ല? മാസങ്ങളായിട്ട് അവിടെ ആളുകള് പിന്നെ അക്രമത്തിനെതിരെയാവുന്നു, അടുത്ത പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നു, രാജ്യത്ത് വലിയ പ്രദേശങ്ങളിൽ വലിയ കലാപം ഉണ്ടാകുന്നു, അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ രാജ്യത്തെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിൽ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായിട്ട്, വളരെ രാഷ്ട്രീയമായിട്ട് ഫലപ്രദമായ ഒരു പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റിൽ അതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ത്യൻ പാർലമെന്റ് അവസ്ഥ എന്താണ്? ഇന്ന് ഞാൻ കുറെ കാലം പാർലമെന്റ് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ആ കാലത്ത് യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത്, ആ കാലത്ത് ഇവരുടെ ഈ BJPയുടെ ആളുകളൊക്കെ എന്തു കോലാഹലമായിരുന്നു പാർലമെന്റിൽ. ഇപ്പൊ പാർലമെന്റിൽ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളന സമയത്ത് 150-ലേറെ ആളുകൾ ഒറ്റയടിക്ക് കുറിച്ച് പുറത്തു കഴിച്ചു. 150 പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റ് പുറത്തേക്ക് കഴിഞ്ഞാൽ അവിടെ ആരും ബാക്കിയില്ല, BJPക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ആ നിലയിലാണ് ഇവർ പാർലമെന്റിനെ കൈകാര്യം ചെയ്യുന്നത്. ആ നിലയിലാണ് അവരുടെ ജനാധിപത്യ പ്രവർത്തനങ്ങളെ അവർ പൂർണ്ണമായിട്ട് അപഹാസ്യമായ രൂപത്തിലേക്ക് മാറ്റുന്നത്. അപ്പൊ പിന്നെ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് ജനങ്ങൾക്കിടയിലേക്ക് പോവുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുക, ജനങ്ങൾ വേണ്ടി സംവദിക്കുക. മാധ്യമങ്ങളൊന്നും അത് വേണ്ട വിധം കവർ ചെയ്യുക. പക്ഷേ ഇത്തരത്തിലൊരു ദേശീയ നേതാവ് പോകുമ്പോൾ മാധ്യമങ്ങൾക്ക് അല്പമെങ്കിലും ശ്രദ്ധിക്കാതെ പറ്റില്ല. ഇന്നത്തെ ഇന്ത്യൻ മാധ്യമങ്ങളുടെ സ്ഥിതി അതില്ല. മാധ്യമങ്ങൾ ഇതൊന്നും സർക്കാർ പറയുന്നതോ അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾ പോകില്ല. അപ്പൊ അതുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടെ പോയപ്പോൾ ആ പ്രദേശത്തെ വിഷയങ്ങളെക്കുറിച്ച്, ആ പ്രദേശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വലിയ തോതിലുള്ള ജനശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് ഇവരെന്താ ഇവിടെ ചെയ്യുന്നത്? ഇവർ ഈ അമ്പലമണിയിലും ഏർപ്പാടുമൊക്കെ ആയിട്ട് പോകുന്നു. അമ്പലമണിയുടെ സമയത്ത് UPയിൽ അവരൊരു അമ്പലത്തിൽ പൂജ നടത്തുമെന്ന് വെച്ചിട്ട് ആസാമിൽ 1000 കിലോമീറ്റർ ദൂരെയാണ് ആസാമിൽ. അവിടെ രാഹുൽ ഗാന്ധി ഒരു അമ്പലത്തിൽ കയറിക്കൂടെ? അതിനെന്താ തടസ്സം? അവിടെ കയറാൻ പറ്റില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ രാഷ്ട്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ജനാധിപത്യ രാജ്യത്തിന്റെ സ്വഭാവമേ ഇന്ത്യക്ക് ഇല്ലാതായി മാറിയിട്ടുണ്ട്. അധികാര രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച അധികാരത്തിലിരിക്കുന്ന ആളുകള്, ഇപ്പൊ അധികാരത്തിന്റെ കാര്യം പോട്ടെ, പക്ഷെ അമ്പലങ്ങളിൽ പോകാൻ പോലും പറ്റൂല എന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായാവത്? ആ തരത്തിലുള്ള ഒരു രീതിയിലേക്ക് അവർ എത്തിച്ചത് അത് അവരുടെ ആത്മവിശ്വാസ കുറവിനെയാണ് കാണിക്കുന്നത്. അവര് ഇപ്പം യഥാർത്ഥത്തിൽ 10 കൊല്ലം ഭരിച്ചൊരു സർക്കാരാണ്. 10 കൊല്ലം ഭരിച്ചൊരു സർക്കാർ നാട്ടിലെ ജനങ്ങളോട് തങ്ങളുടെ ഭരണപരമായിട്ടുള്ള നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ, അവരുടെ നടത്തിയ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ, ജനങ്ങൾക്ക് നൽകിയ സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വോട്ട് ചോദിക്കാൻ ന്യായമുണ്ട്. അതിന് പകരം ഈ രാമനെയും ലക്ഷ്മണനെയും ഈ ഹനുമാനെയും കൊണ്ടുവച്ച് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരെ പറ്റി നമുക്ക് എന്താ പറയാൻ പറ്റുക?
അപ്പൊ അതിനെ അത് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ആസാമിലായാലും ശരി, കേരളത്തിലായാലും ശരി, മറ്റു സ്ഥലങ്ങളിലായാലും ശരി, അമ്പലത്തിൽ പോകണമെങ്കിൽ അമ്പലത്തിൽ പോകും, പിന്നെ മറ്റ് ദർഗകളിൽ പോകണമെങ്കിൽ ദർഗകളിൽ പോകും. അത് ചെയ്യുന്നതും വലിയ പ്രശ്നമായി മാറുക. അത് ചെയ്യുന്നതിനെ പോലീസിനെ വിട്ടെടുക്കും. ഇന്ന് വരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആലോചിച്ചു നോക്കും, ഇന്ന് വരെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല, നിങ്ങൾക്ക് 144 പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഭരണകൂടം ലോകത്ത് എവിടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതിപ്പം സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഇന്ത്യയിലെ ഇന്നത്തെ BJP ഭരണം ചെന്നുപെട്ടിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ്. അത് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, ഒരു ധാർമ്മികമായ പ്രതിസന്ധി ഉണ്ട്. എന്താണ് ഒരു ഭരണകക്ഷി ചെയ്യേണ്ടത്? എന്താണ് ജനാധിപത്യത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഉത്തരവാദിത്വം? എന്താണ് ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ, പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്? അത് യഥാർത്ഥത്തിൽ ആ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്ന സമയത്ത് അവിടെ പോയി ഇരിക്കലല്ല പ്രധാനമന്ത്രിമാരുടെ ചുമതല. അതിനൊക്കെ വേണ്ടപ്പെട്ട ആളുകൾ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. രാജ്യത്ത് ക്ഷേത്രകാര്യങ്ങളിൽ, ക്ഷേത്രത്തിന്റെ പിന്നെ ഉദ്ഘാടന മഹാമഹങ്ങളിൽ അതിലൊക്കെ പ്രവർത്തിക്കാൻ ശേഷിയും കരുത്തുമുള്ള എത്രയോ ആധ്യാത്മിക പ്രഭയുള്ള ആളുകൾ ഈ നാട്ടിലുണ്ട്. അതിനൊന്നും പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പിന്നെ മറ്റു അങ്ങനെ ആളുകൾ പോയിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. ഈ നിലയിൽ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് വെറും വൈകാരികമായിട്ട് വോട്ട് തട്ടാനുള്ള ശ്രമങ്ങൾ മാത്രം നടത്തുമ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് പോകാൻ ഒരു നേതാവ് ശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എത്ര പരാതി ഉണ്ടെങ്കിൽ പോലും രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അവരുടെ വികാരങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് നാട്ടിൽ മറ്റാരും ചെയ്യുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തോട് ഇത്ര കടുത്ത വൈരാഗ്യം അവർ കാണിക്കുന്നത്. ആ വൈരാഗ്യം ജനാധിപത്യപരമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.